ഇന്നലെയാണ് തദ്ദേശഭരണ മന്ത്രിയും നിയമമന്ത്രിയും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും അടക്കം പങ്കെടുത്ത ഉന്നതതല യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തെരുവ് നായകളെ നിയന്ത്രിക്കാൻ ഉതകുന്ന ഒരു നിയമനിർമ്മാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 15 ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ നിയമം കൊണ്ടുവരാനുള്ള ഉദ്ദേശമാണ് സർക്കാരിനുള്ളത്. നിയമത്തിൻ്റെ കരട് തയ്യാറാക്കാനായി തദ്ദേശഭരണ വകുപ്പിനെ ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലുള്ള കേന്ദ്ര നിയമപ്രകാരം പേ പിടിച്ച നായ്ക്കളെ പോലും കൊല്ലാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. മാത്രമല്ല, നായ്ക്കൾ ആരെങ്കിലും കടിച്ചാൽ പോലും അവ ചത്താൽ മാത്രമേ ഈ സംസ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയൂ. അത്തരത്തിലുള്ള പരിമിതികളുള്ളത് മൂലം കേരളത്തിൽ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് തദ്ദേശ ഭരണ വകുപ്പിൻ്റെ വിലയിരുത്തൽ. നായകടിയേറ്റ് നിരവധി ആളുകൾക്ക് ദിവസവും പരിക്കേൽക്കുന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരം വേണമെന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിയമനിർമ്മാണം നടത്തുന്നത്. 2-3 ഓപ്ഷനുകളാണ് സർക്കാരിന് മുന്നിലുള്ളത്. ഒന്ന്, ഈ ക്രൂവൽറ്റി അഗൻസ്റ്റ് ആനിമൽ ആൻഡ് ആക്ടിൻ്റെ പരിധിയിൽ ചില ഓപ്ഷനുകളുണ്ട്. അതല്ലെങ്കിൽ മറ്റ് ഈ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അധികാര പരിധിയിൽ നിന്നുള്ള ചില ഓപ്ഷനുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെന്ന കാര്യം പിന്നീട് നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. എന്തായാലും സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള നിയമനിർമ്മാണത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്.